കോഴിക്കോട് കൂടരഞ്ഞിയിലെ കൊലപാതകത്തിൻ്റെ വാർത്തയാണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഒരു വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയാണ് ഇന്നലെ വന്ന് വേങ്ങര പോലീസ് സ്റ്റേഷനിൽ വന്ന് താൻ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നീടാണ് മറ്റൊരു കൊലപാതകം കൂടി നടത്തി എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇയാൾ 2 കൊലപാതകം നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളയിൽ ബീച്ചിൽ വെച്ച് 1989 ഒരാളെ കൊലപ്പെടുത്തി എന്നാണ് മൊഴി. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. 1986 കൂടരഞ്ഞിയിൽ കൊല നടത്തിയെന്നായിരുന്നു മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. കൂടാതെ 3 വർഷത്തിന് ശേഷം വീണ്ടും ഒരു കൊലപാതകം കൂടി നടത്തിയെന്നാണ് പുള്ളി പറയുന്നത് വല്ലതും കഴമ്പുണ്ടോ എന്തോ. ദീപക് മലയമ്മയുണ്ട് നമുക്കൊപ്പം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ദീപകിനോട് ചോദിക്കാം. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ഈ കൂടരഞ്ഞി ഒരു പണിയാവോ ഭയങ്കര പോലീസിന്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. വേങ്ങര പോലീസിനെ സംബന്ധിച്ച് വലിയ പണിയാവില്ല. കാരണം ജൂൺ 5 മുഹമ്മദ് അലി വന്നിട്ട് ഞാനൊരു കൊല നടത്തിയിട്ടുണ്ട് എന്നുള്ള മൊഴി വേങ്ങര പോലീസിന് നൽകുന്നത്. അത് പിന്നീട് തിരുവമ്പാടി ലിമിറ്റിൽ വരുന്ന കൂടരഞ്ഞി മേഖലയിലാണ് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരികയും തിരുവമ്പാടി പോലീസിന് അത് കൈമാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന മറ്റൊരു മൊഴിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. രണ്ടാമതൊരു കൊലപാതകവും കൂടി നടത്തി എന്നുള്ളതാണ്. അതായത് ആദ്യം 1986 കൂടരഞ്ഞിയിൽ വെച്ച് ഒരു കൈത്തോട്ടിലേക്ക് തന്നെ ആക്രമിക്കാൻ വന്ന ഒരാളെ ചവിട്ടിയിട്ടു എന്നും അയാൾ ആ വെള്ളത്തിൽ വീണ് മരിച്ചു, അവിടെ നിന്നും താൻ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതുമാണ് മുഹമ്മദ് അലി പറഞ്ഞത്. അതനുസരിച്ച് പോലീസ് പരിശോധന നടത്തി. പക്ഷേ ഒരു തെളിവ് പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്താൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അന്നത്തെ പത്രവാർത്തകൾ ഉൾപ്പെടെ എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോലീസ് നടന്നത്. അങ്ങനെ ചില പത്രങ്ങളിൽ നിന്ന് അന്നുണ്ടായ സംഭവത്തിന്റെ വിവരം കിട്ടി. അതിൽ പറഞ്ഞത് ജഡം കണ്ടെത്തി എന്നുള്ള നിലയിലായിരുന്നു. അതിന്റെ ഫയലുകൾ പരിശോധിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ശ്വാസകോശത്തിലേക്കൊക്കെ മണ്ണിന്റെ ചെളിയുടെയൊക്കെ അംശം എത്തിയിട്ടാണ് മരിച്ചത്, അല്ലാതെ കൊലപാതകത്തിന്റെ സാധ്യതകളൊന്നും കാണുന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വിശദീകരണമായിട്ട് ഉണ്ടായിരുന്നത്. അത് പോലീസിനെ വല്ലാതെ കുഴക്കുന്നുണ്ട്. ആരാണ് മരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ലാത്ത സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്, അതായത് 1989 വെള്ളയിൽ പോലീസ് സ്റ്റേഷനൊക്കെ രൂപീകൃതമാവുന്നതിന് മുൻപ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നടക്കാവ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റാണ് അന്ന് വെള്ളയിൽ ബീച്ച് പരിസരം വരുന്നത്. അവിടെ വെച്ച് ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് അലിയുടെ മൊഴിയായിട്ടുള്ളത്. അത് പ്രകാരം പറയുന്നത് അന്ന് തൻ്റെ ഈ സംഭവം, ആദ്യത്തെ സംഭവം നടന്നതിന് ശേഷം മുഹമ്മദ് അലി കൂടരഞ്ഞിയിൽ നിന്ന് കോഴിക്കോടേക്ക് രക്ഷപ്പെടുകയാണ്. കോഴിക്കോട് എത്തി അന്ന് ഹോട്ടൽ ജോലികളൊക്കെ ചെയ്താണ് ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് മുഹമ്മദ് അലി പറഞ്ഞത്. ആ ഘട്ടത്തിൽ മുഹമ്മദ് അലിയുടെ കൈവശം ഉണ്ടായിരുന്ന പണം ഒരാൾ തട്ടിയെടുത്തു. അത് ആരാണെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ബീച്ചിലുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടുന്നത്. അന്ന് ഒരു കഞ്ചാവ് ബാബു എന്നാണ് മുഹമ്മദ് അലി തന്നെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പേരുള്ള ഒരാളെയും കൂട്ടി 2 പേരും ബീച്ചിലേക്ക് എത്തുന്നു. ഈ പണം തട്ടിപ്പറിച്ചെടുത്ത ആളെ കണ്ടെത്തുന്നു. അങ്ങനെ അയാളെ അവിടെ നിന്ന് തർക്കമാവുകയും അയാളെ മുഖം മണ്ണിലേക്ക് കഞ്ചാവ് ബാബു അമർത്തി പിടിച്ചു. തൊട്ട് പിന്നാലെ തന്നെ അയാളുടെ കാലുകൾ ഈ മുഹമ്മദ് അലി ചവിട്ടി പിടിച്ചു കൊടുത്തു. മരണം ഉറപ്പാക്കിയ ശേഷം ഈ പണം, ഈ മരിച്ചയാളുടെ കൈവശം ഉണ്ടായിരുന്ന പണം അത് പങ്കിട്ടെടുത്ത് രണ്ടാളും പിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഞ്ചാവ് ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ല എന്നുകൂടി മുഹമ്മദ് അലി പറയുകയും ചെയ്യുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച്, നടക്കാവ് പോലീസിനെ സംബന്ധിച്ച് പരിശോധനകൾ നടത്തിയപ്പോൾ അവരും സമാനമായ രീതിയിൽ അന്നത്തെ പത്രവാർത്തകളാണ് പരിശോധിച്ചത്. സെപ്റ്റംബർ 25 സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. മുഹമ്മദ് അലി പറഞ്ഞത് ഏറെക്കുറെ കൃത്യമായി തന്നെ വരുന്നുണ്ട്. പക്ഷേ ആരാണ് മരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തതയില്ല. അത് കൂടരഞ്ഞിയായാലും വെള്ളയിലായാലും പോലീസിനായിരിക്കും ഏറ്റവും വലിയ കുഴപ്പം ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം എന്നുള്ള നിലപാടിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ അരുൺ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു ത്രില്ലർ കണക്കെ ഇത് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ ദീപകെ, വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു കൊലപാതകത്തെക്കുറിച്ച് 1986 ഞാനൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന ഒരാൾ വന്ന് ഒരു ദിവസം പോലീസിനോട് പറഞ്ഞാൽ ആ പോലീസിൻ്റെ ഫീസ് അടിച്ചു പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും വർഷം മുമ്പുള്ള തെളിവുകൾ ശേഖരിക്കുക, ആരെയാണ് കൊലപ്പെടുത്തിയത്, ഇതൊന്നും അറിയില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഞാനൊരു അജ്ഞാതനെ കൊലപ്പെടുത്തി, അവിടെ മുതലുള്ള കേസ് ഷീറ്റുകൾ എടുക്കണം, ആ കാണാതായവർ, മിസ്സിംഗ് ആയവർ ആരാണെന്നൊക്കെ പോലീസ് കണ്ടെത്തണം. എന്തായാലും അതൊരു വല്ലാത്ത വെളിപ്പെടുത്തലായിപ്പോയി. അപ്പോൾ പോലീസിനെ പരിശോധിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കാര്യമായിട്ട് അന്വേഷണം അതിൽ നടക്കാനുള്ള സാധ്യതയില്ല. എങ്കിലും അന്വേഷണം നടക്കട്ടെ.